IAS വാട്സ്ആപ്പ് ഗ്രൂപ്പ് കേസിൽ കെ ഗോപാലകൃഷ്ണൻ IASനെതിരായ ഗുരുതര ആരോപണങ്ങൾ ഒഴിവാക്കി ചാർജ് മെമ്മോ. ഗോപാലകൃഷ്ണൻ തന്റെ ഫോൺ ഹാക്ക് ചെയ്യപ്പെട്ടു എന്ന വ്യാജ പരാതി പോലീസിന് നൽകിയതും മറ്റൊരു ഉദ്യോഗസ്ഥൻ നൽകിയ പരാതിയും ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട കണ്ടെത്തലുകൾ ഒഴിവാക്കിയാണ് ചാർജ് മെമ്മോ പുറത്തു വന്നിരിക്കുന്നത്. കെ ഗോപാലകൃഷ്ണനെ സർക്കാർ സംരക്ഷിക്കുന്നുവെന്നാണ് ആരോപണം. IAS ഉദ്യോഗസ്ഥർക്കിടയിൽ വ്യവസായ വകുപ്പ് ഡയറക്ടർ കെ ഗോപാലകൃഷ്ണൻ അഡ്മിനായി പ്രത്യേക മതവിഭാഗത്തിന്റെ പേരിൽ വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയത് വിവാദമായതോടെയാണ് അന്വേഷണം ഉണ്ടാകുകയും സസ്പെൻഷൻ അടക്കമുള്ള നടപടി സ്വീകരിക്കുകയും ചെയ്തത്. എന്നാൽ തന്റെ അറിവോടെയല്ല ഗ്രൂപ്പ് ഉണ്ടാക്കിയതെന്നും തന്റെ ഫോൺ ഹാക്ക് ചെയ്യപ്പെട്ടു എന്നും ചൂണ്ടിക്കാട്ടി ഗോപാലകൃഷ്ണൻ പോലീസിന് പരാതിയും നൽകിയിരുന്നു. പിന്നീട് നടന്ന അന്വേഷണത്തിൽ ഫോൺ ഹാക്ക് ചെയ്തിട്ടില്ല എന്നും മൊബൈൽ ഫോർമാറ്റ് ചെയ്ത ശേഷമാണ് വ്യവസായ വകുപ്പ് ഡയറക്ടർ പരിശോധനയ്ക്കായി നൽകിയതെന്നും കണ്ടെത്തിയിരുന്നു. മാത്രവുമല്ല, വാട്സ്ആപ്പ് ഗ്രൂപ്പ് വിവാദമായതോടെ മറ്റൊരു മതത്തിന്റെ പേരിലും ഗ്രൂപ്പ് ഉണ്ടാക്കുകയും അതിൽ ഉൾപ്പെടുത്തിയ ഉദ്യോഗസ്ഥ ഇതിനെതിരെ പരാതി നൽകുകയും ചെയ്തിരുന്നു. എന്നാൽ ഗുരുതരമായ ഈ കണ്ടെത്തലുകളൊന്നും ഇപ്പോൾ കെ ഗോപാലകൃഷ്ണനെതിരായ ചാർജ് മെമ്മോയിൽ ഉൾപ്പെട്ടിട്ടില്ല. ഉദ്യോഗസ്ഥർക്കിടയിൽ വിഭാഗീയത വളർത്താൻ ശ്രമിച്ചെന്ന കുറ്റം മാത്രമാണ് ചാർജ് മെമ്മോയിലുള്ളത്. സർക്കാർ ഇക്കാര്യത്തിൽ തുടക്കം മുതലേ ഉദ്യോഗസ്ഥനെ സംരക്ഷിക്കുന്നുവെന്ന ആക്ഷേപം പ്രതിപക്ഷം ഉയർത്തിയിരുന്നു. മറ്റ് IAS ഉദ്യോഗസ്ഥരും കെ ഗോപാലകൃഷ്ണനെ പിന്തുണയ്ക്കുന്ന സമീപനമാണ് സ്വീകരിച്ചത്. ഈ സംരക്ഷണം ശരിവെക്കുന്നതാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ചാർജ് മെമ്മോ. അമൃത ന്യൂസ്, തിരുവനന്തപുരം.